ഹലോ ഓൾ 2025 UPSC എക്സാമിനേഷൻ്റെ GS1 പേപ്പർ ഇന്ന് രാവിലെ കഴിഞ്ഞു. സോ GS1ൻ്റെ ആദ്യമായി ഹിസ്റ്ററിൻ്റെ അനാലിസിസുമായിട്ടാണ് റൈസപ്പ് വന്നിരിക്കുന്നത്. സോ ബേസിക്കലി ഈ വർഷത്തെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു, ഇത് ടഫ് ആയിരുന്നോ അത് ഈസി ആയിരുന്നോ, കമ്പയർ ടു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ് മാറിയത്, അതോ സിമിലർ ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണോ ഫോളോ ചെയ്തിരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഇന്നത്തെ നമ്മളെ മെയിൻസ് അനാലിസിസിലേക്ക് പോകുമ്പം നമ്മൾ ഈ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ കമ്പാരേറ്റീവ്ലി ഹിസ്റ്ററിയിൽ നിന്നുള്ള വെയിറ്റേജ് കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് വരുന്നത് ഹിസ്റ്ററിന്റെ ഭാഗത്ത് നിന്ന് ഈ വർഷത്തെ GS1ൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ 3 ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗത്ത് നിന്നിട്ടാണ്. സോ മജോറിറ്റി വെയിറ്റേജ് ഇപ്പോൾ കൂടുതൽ പോകുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ തന്നെയാണ്. സോ ടോട്ടൽ 6 ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ആർട്ട് ആൻഡ് കൾച്ചറാണ്. ആ 3 ക്വസ്റ്റ്യനും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ളതാണ്. അതിൽ ഒന്ന് ഇപ്പൊ IVCന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇൻഡസ് വാലി സിവിലൈസേഷൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ന്യൂസിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ അക്ബറിന്റെ റിലീജിയസ് സിനക്രിസം വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ചണ്ടേല ആർട്ട് ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് IVC ആർക്കിടെക്ചർ കുറച്ചുകൂടി ഈസി ആയിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന വളരെ ഈസി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ബറിന്റെ റിലീജിയസ് സിക്രട്ടറിസത്തെ സംബന്ധിച്ചോളം എങ്ങനെയാണ് റിലീജിയസ് പ്ലൂറലിസം അക്ബർ പ്രൊമോട്ട് ചെയ്തത് എന്നുള്ള ആസ്പെക്ട്സിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷെ ചണ്ടേല ആർട്ട് ഫോമിലേക്ക് വരുമ്പം നമുക്ക് ഒരു 10 മാർക്കിലേക്ക് എഴുതാൻ വരുമ്പം ഒരുപാട് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഡിഫിക്കൽട്ടീസ് വന്നേക്കാം. അപ്പൊ കമ്പാരിറ്റീവ്ലി ഇതിനകത്ത് കുറച്ച് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ചണ്ടേല മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പോയിന്റ്സ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററിന്റെ ആസ്പെക്ട്സിലേക്ക് നോക്കുവാണെങ്കിൽ 15 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് പേഴ്സണാലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ അവിടെ ജ്യോതിറാവ് ഫുലെയെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതും എന്തായിരുന്നു, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിലിംസ് ബേസ് ചെയ്ത് കണ്ടന്റ് ബേസ് ചെയ്ത് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അത് പഠിച്ച ഓർമ്മയില്ലാതെ ഒരു സിറ്റുവേഷൻ വരിക, അല്ലെങ്കിൽ ഒരുപാട് പോയിന്റ്സ് അതർ ദാൻ അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷനും അതല്ലാതെ ബുക്സും അല്ലാതെ അതിലപ്പുറം എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫാക്ച്വലി ചെറിയ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി കാണാം. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്ന ആൻസർ തന്നെയാണ്. ഇനി വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ഈ വർഷം ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് വന്നുള്ള ക്വസ്റ്റ്യൻ ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കൺസോൾട്ടേഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ് ടൈമിൽ ഉള്ള കൺസോൾട്ടേഷൻ ആസ്പെക്ട്സ് എന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇതും എന്താണ്, പ്രീവിയസ് ഇയറിൽ കൺസോൾട്ടേഷൻ ആസ്പെക്ട്സ് എന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് UPSC കുറച്ചായി ചോദിച്ചിട്ട് അമേരിക്കൻ റവല്യൂഷൻ ആണ് പിന്നെയും റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറെ കാലത്തിന് ശേഷമാണ് ഫ്രഞ്ച് റവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ UPSC വേൾഡ് ഹിസ്റ്ററിയിൽ ചോദിക്കുന്നത്. അതും 15 മാർക്കറിനാണ് UPSC ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ. ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് ദ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ ആർക്കിടെക്ചർ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലാവരും ബേസിക്സിൽ ഇതിനകത്ത് കണ്ടന്റ് ഉണ്ടാവും. സോ സെയിലിയൻ ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ പറയുന്ന സമയത്ത് നമുക്കിവിടെ നമ്മൾ സ്ട്രക്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ടുള്ള ഓവറോൾ ഐഡിയ പോലെയുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. എന്നിട്ട് ഓരോ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഓഫ് ആർക്കിടെക്ചറും അതിന്റെ എക്സാമ്പിൾസ് അടക്കം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കൃത്യമായി നമ്മൾ ഒരു ആർക്കിടെക്ചറിന്റെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായുള്ള എക്സാമ്പിൾസ് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റിനും ജനറൽ ആയിട്ട് നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ പോയിന്റ്സ് ടു ദി സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആ കണ്ടന്റിൽ കൃത്യമായിട്ട് നോളജ് ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾസ് കൂടുതലായിട്ട് കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങളുടെ ആൻസേഴ്സിന് കൂടുതൽ മാർക്ക് കിട്ടും എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ഏതൊരു ടൈം പീരീഡിലാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ 3000 BC to 1500 BC എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ, ദെയർ അർബൻ പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് എന്ത് ചെയ്യുന്നു, അവരുടെ 100 years ഓഫ് ഫസ്റ്റ് ഫൈൻഡിങ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ആയിരുന്നു ഈ വർഷം എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഇതിന് എന്ത് ചെയ്യുന്ന ഒരു ടോപ്പിക് റെലവെന്റ് ആവുന്നുണ്ട്. സോ അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ ആർക്കിടെക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓരോ പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അർബൻ ആർക്കിടെക്ചർ ആണ്. സോ അർബൻ ആർക്കിടെക്ചർ ഇൻഡസ് വാലി സിവിലൈസേഷനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ടൗൺസിനകത്ത് എന്തുണ്ടാവും, യു ക്യാൻ സീ സ്ട്രാറ്റിഫിക്കേഷൻസ് ഇൻ ആർക്കിടെക്ചർ അല്ലേ. അപ്പർ സിറ്റാഡലും ഉണ്ട്, ലോവർ സിറ്റാഡലും ഉണ്ട്, അല്ലെങ്കിൽ അപ്പർ ടൗണും ലോവർ ടൗണും ആയിട്ട് സൊസൈറ്റിയിൽ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ആർക്കിടെക്ചറിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അർബൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വേറെ വലിയൊരു ഇമ്പോർട്ടന്റ്, പല സിറ്റീസും ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സിറ്റീസ് ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗ്രിഡ് പാറ്റേൺ സിറ്റീസ് എന്തായിരുന്നു, ഗ്രിഡ് പാറ്റേൺ ഫോളോ ചെയ്യുന്നു. റോഡ് കട്ടിങ് അറ്റ് ദി റൈറ്റ് ആംഗിൾസ് ആണ്. ഇപ്പൊ മോഹൻജിദാരൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊരു അർബൻ
ആർക്കിടെക്ചറിന്റെ ഫീച്ചേഴ്സ് ആയിരുന്നു ഹാരപ്പൻ സിവിലൈസേഷന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ. ഇനി മോണമെന്റ്സും സ്ട്രക്ചറും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോണമെന്റ് സ്ട്രക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഗ്രേറ്റ് ബാത്ത്, ക്യാനറീസ്, അതല്ലെങ്കിൽ അസംബ്ലി ഹാൾസ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മോണമെന്റൽ സ്ട്രക്ചറിലെല്ലാം ഗ്രേറ്റ് ബാത്തിന്റെ റെലവൻസ് നമുക്ക് കാണാൻ പറ്റും, അവരുടെ പ്രസൻസ് നമുക്ക് ഈ അഗ്രികൾച്ചർ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ആർക്കിടെക്ചർ രീതിയിൽ. അതുപോലെ റെസിഡൻഷ്യൽ ആർക്കിടെക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൗസസ് പല സൈസസ് ഉള്ള ഹൗസസ് ഉണ്ടായിരുന്നു അല്ലെ, വലിയ ഹൗസസും ചെറിയ ഹൗസസും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു ക്ലാസ് ഡിഫറൻസസ് അതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗസസിന്റെ പ്രത്യേകത, അവർ പ്രൈവസിയിൽ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഹൗസസിന് ഒന്നും എന്തില്ല, വിൻഡോസ് കാണുന്നുണ്ടായിരുന്നില്ല, ആബ്സെൻസ് ഓഫ് വിൻഡോസ് ആയിരുന്നു ഹൗസസിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹൗസസ് ഓപ്പണിംഗ് ടു മെയിൻ സ്ട്രീറ്റ് ആൻഡ് വെന്റിലേറ്റഡ് ബിൽഡിംഗ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അർബൻ ആർക്കിടെക്ചറിലും അല്ലെങ്കിൽ ആർക്കിടെക്ചറിന്റെ ബേസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആർക്കിടെക്ചർ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷനിൽ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി സെക്യുലർ ആർക്കിടെക്ചറിന്റെ ആസ്പെക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് കംപ്ലീറ്റ്ലി എന്താണ്, ഒരു സെക്യുലർ ലെവൽ ഓഫ് ആർക്കിടെക്ചർ ആണെന്ന് വേണം രീതിയിൽ പറയാം. കാരണം ദർ ഈസ് ആബ്സെൻസ് ഓഫ് ടെമ്പിൾസ്, അതുപോലെ തന്നെ കോമൺ പ്ലേസസ് ഓഫ് വർഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈജിപ്തിലെ മെസപ്പൊട്ടോമിയയിലൊക്കെ നമുക്ക് ഈ ആബ്സെൻസ് ഓഫ് കോമൺ വർഷിപ്പ് പ്ലേസസ് കാണാൻ പറ്റും. പക്ഷേ ഇൻഡസ് വാലി സിവിലൈസേഷനിലേക്ക് വരുമ്പോൾ ഒരു കോമൺ വർഷിപ്പ് പ്ലേസസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. സോ ഇതുകൊണ്ട് എന്താണ്, ഒരു സെക്യുലർ നേച്ചർ ഓഫ് ആർക്കിടെക്ചർ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. വാട്ടർ മാനേജ്മെന്റിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഫിഷ്യന്റ് ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ പ്രസൻസ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെറാക്കോട്ട പൈപ്പ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം എന്ത് ചെയ്ത് സെപ്പറേറ്റ്, അതുപോലെ തന്നെ മാൻ ഹോൾസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ഒക്കെ വാട്ടർ മാനേജ്മെന്റ് ആസ്പെക്റ്റിൽ ആർക്കിടെക്ചറിന്റെ സേലിയന്റ് ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സുകളാണ്. അതേപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽസിന്റെ യൂസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബേൺഡ് ബ്രിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ്. സോ ദർ ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് മെഷർമെന്റ് ഉണ്ടായിരുന്നു മെറ്റീരിയൽസിന്. യൂണിഫോം ക്വാളിറ്റിയിൽ മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ടൗൺസ്, ദർ ഈസ് എ യൂണിഫോമിറ്റി ഓഫ് ടൗൺസ് അക്രോസ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇപ്പം ഹാരപ്പയിലുള്ള ടൗണിന്റെ സ്ട്രക്ചറും മോഹൻജദാരോയിലും അതല്ലെങ്കിൽ ചാന്ദുഹാരയിലൊക്കെയുള്ള ഒരു ടൗണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സിമിലാരിറ്റി എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ ഡിസിമിലാരിറ്റി ഉണ്ട്, അതായത് ഡിഫറൻസസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ധോളവീരയിൽ എന്തുണ്ട്, ധോളവീര ഹാഡ് സിറ്റി ഡിവൈഡ് ഇൻടു 3 പാർട്സ് അൺലൈക്ക് അതർ സിറ്റീസ് വിച്ച് ഈസ് ഡിവൈഡ് ഇൻടു 2 പാർട്സ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ എന്തുണ്ട്, ദർ ആർ സിമിലാരിറ്റീസ് ആസ് വെൽ ആസ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഡിഫറെന്റ് സൈഡ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാണ്. ഇനി ഫംഗ്ഷണൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർക്കിടെക്ചർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദി ഡോക്യാർഡ്, അതും ദാറ്റ് ടു ഫംഗ്ഷണൽ ഡോക്യാർഡ് അറ്റ് ലോത്തൽ. അതുപോലെ തന്നെ ബീഡ് മേക്കിംഗ് ഫാക്ടറീസ് നിങ്ങൾക്ക് എവിടെ കാണുന്നു, ചാനുദാരോയിൽ നിങ്ങൾക്ക് ബീഡ് മേക്കിംഗ് ഫാക്ടറീസ്, അതുപോലെ തന്നെ അവരുടെ ഫാഷന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കറിയാം, അതൊന്നും ഇവിടെ എഴുതേണ്ട കാര്യമില്ല. പക്ഷേ ബീഡ് മേക്കിംഗ് ഫാക്ടറീസിന്റെ പ്രസൻസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. അതേപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആർക്കിടെക്ചറിൽ യു ക്യാൻ സീ ദാറ്റ് ആർക്കിടെക്ചർ യൂണിഫോം അക്രോസ് ഡിഫറെന്റ് റീജിയനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ യൂണിഫോമിറ്റി കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഷോസ് ദാറ്റ് ദർ ഇസ് എ സ്പിരിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂഷൻ ഓഫ് ആർക്കിടെക്ചർ. അതുപോലെ തന്നെ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് നമുക്ക് എഴുതുമ്പോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള എക്കോളജിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ആർക്കിടെക്ചർ സിസ്റ്റം അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മോഡൽ ഫോർ അർബൻ പ്ലാനിംഗ് ആണ് ഇൻഡസ് വാലി ആർക്കിടെക്ചർ എന്ന രീതിയിൽ എഴുതാം. അതുപോലെ തന്നെ ബ്രോൺസ് സിവിലൈസേഷൻ വന്ന സമയത്ത് എന്ത് ചെയ്തു, ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ബട്ട് എ കോർണർ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ ആൻഡ് കൾച്ചറൽ എവല്യൂഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈവൻ ടുഡേ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആർക്കിടെക്ചറിന്റെ കണ്ടിന്യൂസ് ആണ് ഇന്ത്യൻ കൾച്ചറിൽ നമുക്ക് കാണാൻ പറ്റുക പിന്നീട് അങ്ങോട്ട് എന്ന രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആൻസർ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതായിരുന്നു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും വീണ്ടും ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എക്സാമിൻ ദ മെയിൻ ആസ്പെക്ട്സ് ഓഫ് അക്ബർ റിലീജിയസ് സിൻക്രറ്റിസത്തിനെ പറ്റിയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് അക്ബറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലീജിയസ് പോളിസീസ് എങ്ങനെയായിരുന്നു, റിലീജിയസ് പ്ലൂറലിസം, പല റിലീജിയൻസിനെയും അക്ബർ എങ്ങനെയാണ് ഒന്നിച്ച് കൊണ്ടുപോയത്, അല്ലെങ്കിൽ അതിന്റെ പോളിസി എങ്ങനെയായിരുന്നു എന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഡയറക്റ്റീവ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമിൻ എന്നുള്ളതാണ്. സോ അക്ബറിനെ പറ്റിയിട്ട് നമുക്ക് ഇവിടെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് എന്ത് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിനെ പറ്റിയിട്ട്, ആ അക്ബർ റജീമിനെ പറ്റി, മുഗൾ റജീമിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതിനുശേഷം എന്തൊക്കെയായിരുന്നു അക്ബർ എടുത്തിട്ടുള്ള പോളിസീസ് മെൻഷൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിൻസ് ഇത് എക്സാമിനേഷൻ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടുവേർഡ്സ് എൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്തിട്ട് ഒരു നല്ല കൺക്ലൂഷൻസിലേക്ക് ആൻസർ കൊണ്ടുപോകാം എന്നുള്ളതാണ്. സോ അക്ബറിന്റെ ഒരു പീരീഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അക്ബർ 3rd മുഗൾ ലീഡർ ആണ്. അതുപോലെ തന്നെ അക്ബറിന്റെ ടൈം പീരീഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1542 to 1605 വരെയാണ് അക്ബർ. ഇറ്റ്സ് known for his religious policies in which he tried to harmonize different faith in a diverse society marked by sectarian divide and tolerance and inclusivity. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല റിലീജിയസ് ആളുകളെയും വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള എല്ലാ റിലീജിയസിനെ ഒന്നിച്ചു കൊണ്ടുപോയിട്ട് ആ റിലീജിയസ് ഡിസ്കഷൻസ് ഒക്കെ അക്ബർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡിഫറെന്റ് പോയിന്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താ ദീനുൽ ഇലാഹി എഴുതാം അല്ലേ. ദീനുൽ ഇലാഹിയിൽ എന്താണ് അക്ബർ പറയുന്നത്? ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് അക്ബർ അഡ്മിനിസ്ട്രേഷൻ അഡ്വക്കേറ്റ് ഈക്വാലിറ്റി ആൻഡ് ഈക്വൽ റെസ്പെക്ട് ഓഫ് ഡിഫറെന്റ് റിലീജിയൻ. സോ എല്ലാ റിലീജിയനെയും അക്ബർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരേപോലെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ അക്ബറിന്റെ അഡ്മിനിസ്ട്രേഷനിൽ മുസ്ലിംസിന് മാത്രമായിരുന്നില്ല അക്ബറിലെ അഡ്മിനിസ്ട്രേഷനിൽ സ്ഥാനം ഉണ്ടായിരുന്നത്. ഡിഫറെന്റ് റിലീജിയസ് ആസ്പെക്ട്സ്, ഈവൻ ഹിന്ദുസിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അക്ബറിന്റെ അഡ്മിനിസ്ട്രേഷൻ പോളിസീസിൽ ഹയർ പോസ്റ്റുകളൊക്കെ ഹിന്ദുസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ രജ്പൂത്തിന് എന്തുണ്ട്? രജ്പൂത്ത് ആസ് അതർ ദാൻ നോൺ മുസ്ലിംസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനകത്ത് പ്രസൻസ് കാണാൻ പറ്റും. ഹൈ അഡ്മിനിസ്ട്രേഷൻ എക്സാമ്പിൾ രാജാ ഓഫ് തോഡർമൽ, അതുപോലെ തന്നെ മാൻസിംഗ് ഒക്കെ എന്താണ്? അക്ബർ അഡ്മിനിസ്ട്രേഷനിലുള്ള പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുമേ. അതുപോലെ തന്നെ റിലീജിയസ് ടെക്സ്റ്റുകളുടെ പാറ്റേണൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇന്ത്യൻ റിലീജിയസ് ബുക്സ്, എസ്പെഷ്യലി വേദാസ് പോലെയുള്ള ബുക്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മഹാഭാരതയൊക്കെ അക്ബർ പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. സോ ഇന്ത്യൻ ഐഡിയോളജി അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ഐഡിയോളജി ഇന്ത്യയുടെ പുറത്തേക്ക് സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ട് അക്ബറിന്റെ ഒരു ഇനിഷ്യേറ്റീവ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ മഹാഭാരതയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അക്ബർ കൺവേർട്ട് ചെയ്തതായിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ എക്സാമ്പിൾസ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അബോളിഷൻ ഓഫ് ഡിസ്ക്രിമിനേറ്ററി ടാക്സസ് ലൈക്ക് ജസിയ. അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്? നോൺ മുസ്ലിംസിനുള്ള ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവോയ്ഡ് ചെയ്യുന്നുണ്ട്. സോ പിലിഗ്രിം ടാക്സ് ഓർ നോൺ ഹിന്ദുസിനുള്ള ടാക്സസ് എന്ത് ചെയ്യുന്നു? അക്ബറിന്റെ റെജീമിൽ അബോളിഷ് ചെയ്യുന്നു. വിച്ച് ഷോസ് ദാറ്റ് അക്ബറിന്റെ പോളിസീസ് എന്താണ്? ഒരു സെക്യുലർ നേച്ചർ പോളിസീസ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി മാട്രിമോണിയൽ അലയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മുഗൾ ലീഡേഴ്സിനെ പോലെയല്ല അക്ബറിന് എന്തുണ്ട്? ഡിഫറെന്റ് റിലീജിയസ്, നോൺ മുസ്ലിംസ് റിലീജിയസ് എന്നുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്ബർ വിവാഹം ചെയ്യുന്നുണ്ട്. എക്സ്പെഷ്യലി രജ്പൂത്തും ഒക്കെ ആയിട്ടുള്ള നിങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ മാരേജസ് കണ്ടിന്യൂ ചെയ്യും, അവിടെ റിലീജിയസ് കൺവേർഷൻ നടത്താതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങൾ പാലസിൽ തന്നെ ഒരുക്കാനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അക്ബറിന് പറ്റിയിട്ടുണ്ട്. സോ മാട്രിമോണിയൽ അലയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺലൈക്ക് അതർ മുഗൾ റൂളേഴ്സ് അക്ബറിന് എന്ത് ചെയ്തു? ഹിന്ദു വൈഫ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ തന്നെ റിലീജിയസ് ബിലീഫുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും അക്ബറിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ റിലീജിയസ് റിഫോംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ബാക്കിയുള്ള റിലീജിയസ് റെസ്ട്രിക്റ്റിംഗ് സതി ഒബ്സർവ്ഡ് ബൈ ചിൽഡ്രൻസ്, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അക്ബർ ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള അതർ ഫാക്ടറാണ് ഓപ്പണിംഗ് ഓഫ് ഇബാദത്ത് ഖാന. സോ ഫത്തേപൂർ സിക്രിയിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇബാദത്ത് ഖാന കാണാൻ പറ്റും. സോ എല്ലാ റിലീജിയൻസിനും ഇബാദത്ത് ഖാന ഓപ്പൺ ആക്കി കൊടുക്കുന്നു. അവിടെ ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, അതുപോലെ തന്നെ എല്ലാ റിലീജിയസ് ആസ്പെക്റ്റിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ഒന്നിച്ചുകൂടുകയും റിലീജിയസ് ഡിസ്കഷൻസ് നടത്തുകയും ആ ഡിസ്കഷൻസ് വളരെ ഓപ്പൺ ആക്കുകയും ചെയ്തു എന്നുള്ളതാണ് അക്ബറിന്റെ ഇമ്പോർട്ടൻസ്. സോ ഡിഫറെന്റ് ഡിസ്കഷൻസ്, ഡിഫറെന്റ് വ്യൂ പോയിന്റിന്റെ ഒരു ഡിസ്കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്ബറിന്റെ റെജീമിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റ് എൻഡഡ് എ റിലീജിയസ് കൺവേർഷൻ. അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്? ശേഷം ടുവേർഡ്സ് എൻഡ് ആവുന്ന സമയത്തൊക്കെ ആവുമ്പോഴേക്കും അവസാനത്തെ കാലഘട്ടത്തിൽ റിലീജിയസ് കൺവേർഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അക്ബർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോഴ്സ്ഫുൾ കൺവേർഷൻ ടു ഇസ്ലാം ഒക്കെ എന്താവുന്നു? ഒഫൻസ് ആക്കി മാറ്റുന്നു എന്നുള്ളത് അക്ബറിന് നമുക്ക് ബാക്കിയുള്ള റിലീജിയനോടുള്ള ടോളറൻസ് കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഓഫ് സുഹിൽ കുൽ ആണ്. സുഹിൽ കുൽ കൂടെ തന്നെ അക്ബർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന്റെ വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ അക്ബർ ഈ ഒരു റിലീജിയസ് ഡിസ്കഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് റിലീജിയസിന്റെ ഏറ്റവും പോസിറ്റീവായുള്ള സാധനങ്ങൾ എടുത്തിട്ട് അക്ബർ എന്ത് ചെയ്യുന്നു? അക്ബറിന്റെ വേ ഓഫ് ലൈഫ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ വേരിയസ് റിലീജിയസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അതിനൊരു ഹാർമണിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സുഹിൽ കുൽ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ലാൻഡ് ഗ്രാൻഡ്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്? അക്ബർ പ്രൊവൈഡിങ് ലാൻഡ് ഗ്രാൻഡ്സ് ടു ഹിന്ദു, ജെയിൻ ആൻഡ് പേർഷ്യൻ ടെമ്പിൾസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ലാൻഡ് ഗ്രാൻഡ്സ് കൊടുത്തതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. റിയൽ എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാ പോയിന്റ്സും ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും കുറച്ച് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ജസിയെ പറ്റി എഴുതാൻ പറ്റും, ദീനുൽ ഇലാഹി, അതുപോലെ തന്നെ ഇബാദത്ത് ഖാന, സുഹിൽ കുലിനെ പറ്റി എഴുതാൻ പറ്റും. അതുപോലെ തന്നെ റിലീജിയസ് കൺവേർഷൻ, മാട്രിമോണിയൽ അലയൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് എടുക്കാൻ പറ്റുന്ന പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എഴുതിയില്ലെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്തിട്ട് ആൻസേഴ്സിനെ എൻറിച്ച്ഡ് ആക്കാൻ പറ്റും. അപ്പം ഇതിനകത്ത് നമുക്കൊരു ക്രിറ്റിസിസം പോലെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദീനുൽ ഇലാഹിയൊക്കെ ഒരു ബോൾഡ് അറ്റംപ്റ്റ് ഓഫ് സ്പിരിച്വൽ സിന്തസിസം ആണ് എന്നുണ്ടെങ്കിലും വലിയൊരു പ്രോബ്ലം പറ്റിയത് മാസസിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എലീറ്റ് ഗ്രൂപ്പിലേക്ക് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ദീനുൽ ഇലാഹി ഡിസ്കഷൻസ് ഒക്കെ നിന്നത്. അപ്പോൾ സ്മോൾ ഗ്രൂപ്പ് ഓഫ് എലീറ്റിൽ മാത്രം അല്ലെങ്കിൽ നോബിൾസ് മാത്രമായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതിലേക്ക് ഡിസ്കഷൻ വന്നിട്ടുള്ളത്. മാസസിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ റിലീജിയസ് റിഫോംസ് ഓഫ് അക്ബറിന് ഈ റിലീജിയസ് റിഫോംസ് കാരണം ഉലമാസിന് എന്ത് ചെയ്തിട്ടില്ല? വലിയ അല്ലെങ്കിൽ ഉലമാസിന് എന്ത് ചെയ്തിട്ടില്ല? അല്ലെങ്കിൽ ഓർത്തഡോക്സ് സെക്ഷൻ ഓഫ് ഹിന്ദു മുസ്ലിംസ് വിഭാഗത്തിന് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ദർ വാസ് എ പ്രൊട്ടസ്റ്റ് ഫ്രം ദാറ്റ് പാർട്ട്. ഉലമാസിന്റെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ പറയുന്നത് വെച്ചാൽ ഉലമാസ് പറയുന്നത് എന്താണ്? അക്ബർ ഇസ്ലാമിക് ലോയിൽ നിന്ന് വിട്ടുപോകുന്നു, അത് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഹൗവർ എന്താണ്? അക്ബറിന്റെ എംപയർ എന്ന് പറയുന്ന റിലീജിയസ് ടോളറൻസ് പോളിസീസിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്?
വളരെയധികം പ്രൊട്ടക്ട് ചെയ്യും. ഇന്ത്യയുടെ ഐഡിയ ഓഫ് സെക്യുലറിസം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അക്ബറിന്റെ പോളിസീസിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ മുഗളിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോയപ്പോൾ ലേറ്റർ ലീഡേഴ്സ് ഒക്കെ വന്ന ഔറംഗസീബ് ഒക്കെ വന്നപ്പോഴേക്ക് ഈ പോളിസീസ് ഒക്കെ പലതും റിവേഴ്സ് ചെയ്ത് കുറച്ചുകൂടി സിറ്റുവേഷൻസ് മോശമാവുന്നുണ്ടെന്നുണ്ടെങ്കിലും അക്ബറിന്റെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ റിലീജിയസ് പ്ലൂറലിസത്തിന്റെ റെലവൻസ് ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ഇന്ത്യൻ സൊസൈറ്റിക്ക് ഇനി മുന്നോട്ട് മൈൽ സ്റ്റോൺ പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അക്ബറിന്റെ റിലീജിയസ് പോളിസീസും ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാൻഡും നമുക്ക് ഇപ്പോഴും ഫോളോ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആൻസർ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് സ്കൾപ്ചേഴ്സ് ഫിൽഡ് ചണ്ടാല ആർട്ട് ഫോം വിത്ത് റെസിലിയന്റ് വിഗർ ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ലൈഫ് ഇലൂസിഡേറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം ഈ UPSCന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചോള പല്ലവയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, വിജയനഗരയിൽ ദേവരായയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ UPSC കുറച്ചുകൂടി എന്താണ് റീജിയലിസ്റ്റിക് ആയിട്ടുള്ള ആർട്ട് ഫോമിലേക്കും അങ്ങനെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. ചണ്ടാലയും നമ്മൾ പറഞ്ഞ പോലെ ഇതിനകത്ത് ചണ്ടാല ആർക്കിടെക്ചറിനെ പറ്റി പറയുമ്പം ഇതിനകത്ത് നമ്മൾ ബേസിക്കലി NCERT ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് നോളജ് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസർ എഴുതാൻ പറ്റും. ഒന്നാമത്തെ പ്രോബ്ലം ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചില സമയങ്ങളിൽ പ്രിലിംസ് ശേഷം റിവിഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയിന്റ്സിന് നല്ല നല്ല എക്സാമ്പിൾസ് കൊണ്ടുവരാനുള്ള ഒരു ഡിഫിക്കൽറ്റി ഈ ആൻസർ എഴുതുന്ന സമയത്ത് ചിലപ്പം ഉണ്ടായേക്കാം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ഏരിയ തന്നെയായിരുന്നു, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് പറയാം. പക്ഷെ പോയിന്റ് ജനറേഷന് പ്രിപ്പയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പ്രിലിംസ് പ്രിപ്പയർ ചെയ്ത് വെച്ചതായിരുന്നെങ്കിൽ പോയിന്റ് ജനറേഷൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും ഈ ഒരു ഏരിയയിൽ. സോ ചണ്ടാല ഏരിയയുടെ പറ്റി നമുക്കൊരു ഇൻട്രഡക്ഷൻ കൊടുക്കുമ്പോൾ ചണ്ടാലേൻ്റെ ഒരു റീജിയൻ എവിടെയായിരുന്നു എന്നുള്ളതും അവരുടെ ടൈം പീരീഡും വെച്ച് നമുക്കൊരു ഇൻട്രഡക്ഷൻ കൊടുക്കാം. സോ ചണ്ടാലാസ് ആർ 9th and 13th century കോമൺ ഇറയിലാണുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് റൂളിംഗ് ഫ്രം ഗജറാവു ബുന്ദേൽഖണ്ഡ് റീജിയൻ ആണ്, മധ്യപ്രദേശിന്റെ റീജിയൻ ആണ്. സോ ദേ ആർ ദ ഗ്രേറ്റ് പാട്രോണസ് ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആർക്കിടെക്ചറിൽ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫൈൻ ആർട്സിന്റെ ബുക്ക് +1 ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് ആ +1 ഫൈൻ ആർട്സ് ബുക്കിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആൻസർ എഴുതാൻ മാത്രമുള്ള പോയിന്റ്സ് ആ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതാണ് വളരെ ഡയറക്റ്റ് NCERT ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ദെയർ ടെമ്പിൾസ് പ്രസൻസ് നഗര ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഒരു പീക്കിൽ എത്തിയൊരു സമയം എന്ന് പറയുന്നത് ചണ്ടാല റീജിയനിലാണ് ഈ ഒരു പീക്ക് എത്തിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഓഫ് ചണ്ടാല ആർട്ട് ഫോമിന്റെ ജസ്റ്റ് ഒരു നോർമൽ ഫീച്ചേഴ്സ് ആണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇത്രയും ഫീച്ചേഴ്സ് ഇത്ര എഴുതണ്ട. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ കൃത്യമായിട്ട് സ്കൾപ്ചേഴ്സിന്റെ ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് സ്കൾപ്ചേഴ്സ് ഫിൽഡ് വിത്ത് ആർട്ട് ഫോംസ്, ഓക്കെ, ഹ്യൂമൻ ലൈഫ്സിന്റെ വീഗറും ബ്രെഡ്ത്തും എങ്ങനെയാണ് സ്കൾപ്ചേഴ്സ് കാണിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഇവിടെ സ്കൾപ്ചേഴ്സ് ആയിട്ട് വളരെ സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ പോയിന്റ് ജനറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ട് ഒരു കണക്റ്റിംഗ് പോയിന്റ് പോലെ ഒരു ഓവറോൾ ആയിട്ട് ചണ്ടാല ആർക്കിടെക്ചറിനെ പറ്റിയിട്ട് ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് പോവുക. ഒരു ഹബ് ആൻഡ് സ്പോക്ക് ഫീൽഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു വാല്യൂ അഡീഷൻ പോയിന്റ് പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ആ ഒരു വാല്യൂഡേഷൻ പോയിന്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഇതല്ല കേട്ടോ, ഇതൊരു വാല്യൂഡേഷൻ പോയിന്റ് ആണ്. അപ്പോൾ ഇത്ര എഴുതണ്ട, നമ്മൾ കൊടുത്തപ്പോൾ കൂടുതൽ പോയിന്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ റെഫറൻസിന് വേണ്ടിയിട്ട്. സോ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ശൈവ ആൻഡ് വൈഷ്ണവ ഇൻഫ്ലുവൻസ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. ചണ്ടാലൻ ഇതിൽ നമുക്ക് ശൈവ ആൻഡ് വൈഷ്ണവ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളതും ശിവ കണ്ടാരിയ ടെമ്പിൾ അല്ലെങ്കിൽ വിഷ്ണു ലക്ഷ്മണ ടെമ്പിളിന്റെ കാര്യമൊക്കെ നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ് എക്സാമ്പിൾസ് ആയിട്ട്. ഇനി താന്ത്രിക് യോഗി ശ്രീൻസിന്റെ പ്രസൻസ് കാണാൻ പറ്റും. ചൗത്തസ് യോഗി ടെമ്പിൾ, അതുപോലെ തന്നെ എന്താണ് pre-10th century തൊട്ടുള്ളതാണ്. നഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആണ്. ഇതിനകത്ത് കർവിലേനിയർ ഷികാരന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാം. മണ്ഡപാസിന്റെ പ്രസൻസ് ഉണ്ട്, ലോഫ്റ്റി പ്ലാറ്റ്ഫോം ആയിരുന്നു, അപ്രൈസ്ഡ് പ്ലാറ്റ്ഫോമിലായിരുന്നു. നഗര ആർക്കിടെക്ചറിന്റെ അതേ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയെങ്കിൽ അത് അതിനകത്ത് എഴുതിയാൽ മതി. അതേ സെയിം തന്നെ അതെന്ന് അപ്രൈസ്ഡ് പ്ലാറ്റ്ഫോമിലാണ് എന്തുണ്ടാവുക, ടെമ്പിൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഈസ് ഇറോട്ടിക് സ്കൾപ്ചേഴ്സ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ മിഥുന കപ്പിൾസിന്റെ ഇറോട്ടിക് സ്കൾപ്ചേഴ്സ് നമുക്ക് ഇവിടെ കാണാം. ലക്ഷ്മണ ടെമ്പിളിലും കണ്ടാരിയ ടെമ്പിളിലൊക്കെ ഇതിന്റെ പ്രസൻസ്, ആ എനർജി, ഹ്യൂമൻ എനർജി നമുക്ക് അവിടുന്ന് പ്രസൻസ് ആണ്. ഇത് മെയിൻ ആസ്പെക്ട്സിലേക്ക് എഴുതേണ്ട ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണമെന്നില്ല, നിങ്ങൾ ഇവിടെ കണക്റ്റിംഗ് പോയിന്റ് ഈ ഒരു ആസ്പെക്ട്സ് പോയിന്റ് എഴുതണമെന്നില്ല. അതേപോലെ തന്നെ റിലീജിയസ് പ്ലൂറലിസം കാണാൻ പറ്റും നമുക്ക് അവിടെ. ഇപ്പം ജെയിൻ ടെമ്പിൾസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പരശുരാനന്ദ ടെമ്പിൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. റിലീജിയസ് ടോളറൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സ്റ്റൈൽഡ് ഫിഗേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഷാർപ്പ് നോസസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്ലാൻഡിങ് ഐസ് ആണ്, ലോങ് ലിംസ് ഒക്കെ ആണ് ഫിഗേഴ്സിനുള്ള
ഒരു നരേഷൻ കടത്തിയിരിക്കുന്നത്. ഇനി ബുക്സിലുള്ള നരേഷൻസ് കാര്യങ്ങളാണെങ്കിൽ നരേഷൻസിൽ നമുക്ക് വാരിയേഴ്സിനെ പറ്റിയും ഹണ്ടേഴ്സിനെ പറ്റിയും മ്യൂസിഷ്യനെ പറ്റിയും ഡാൻസേഴ്സിനെ പറ്റിയൊക്കെയുള്ള പ്രസൻസും ലിറ്ററേച്ചർ വർക്കുകളും അതേപോലെ തന്നെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ വർക്കിലൊക്കെ ഇതൊക്കെ നമുക്ക് പ്രസൻറ്റ്ഫുൾ ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ്. ഇതാണ് മെയിൻ പാർട്ട് ഓഫ് ദി ആൻസർ എന്ന് പറയുന്നത്. സോ ഇവിടെ വരുമ്പോഴേക്കും പോയിന്റ്സിന്റെ ഒരു എന്തുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് നിങ്ങൾ 2-3 പോയിന്റ് എഴുതാൻ പറഞ്ഞത്, ആക്ച്വൽ എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ കാണാതെ പഠിച്ച് പോകാൻ പറ്റില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഇവിടെ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി ഉള്ള ക്വസ്റ്റ്യൻസിൽ കുറച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ജസ്റ്റ് ഒരു 10 മാർക്കാണെങ്കിലും ചെറിയൊരു വാല്യൂഡേഷൻ അവിടെ കൊടുത്തിട്ട് നമുക്ക് ആൻസറിനെ എൻട്രി ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്കൾപ്ചേഴ്സ് ഓഫ് ചണ്ടാല കിങ്ഡം റെസിലിയൻ്റ് ഓഫ് വീഗർ ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ലൈഫ് കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ അതിനകത്ത് നമുക്ക് വളരെ കോമൺ ആയിട്ട് ചണ്ടാലൻ ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സിൽ എപ്പോഴും കാണുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് ഇൻ്റഗ്രേഷൻ ഓഫ് സ്പിരിച്വൽ ആൻഡ് സെൻഷ്വൽ ഹാർമണി എന്നുള്ളതാണ്. അതായത് സെൻഷ്വൽ പ്ലഷറും അതുപോലെ തന്നെ സ്പിരിച്വൽ പ്ലഷറും എല്ലാ സ്കൾപ്ചേഴ്സിലും ചണ്ടാലിൽ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. എസ്പെഷ്യലി മിഥുന സ്കൾപ്ചേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആ ഒരു സെൻഷ്വൽ പ്ലഷറിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് ഈ ആർക്കിടെക്ചറിൽ ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാണ്ടാരിയ മഹാദേവ ടെമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ കാമ ആസ് എ ഡിവൈൻ എനർജി ആയിട്ട് പ്രസൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. അതുപോലെ തന്നെ സെലിബ്രേഷൻ ഓഫ് ഹ്യൂമൻ ഇമോഷൻസ്, ഈ ജോയ് അതുപോലെ തന്നെ നമ്മൾ ഈ ഇമോഷൻസിൻ്റെ സെലിബ്രേഷൻസ് കണ്ടാര സ്കൾപ്ചേഴ്സിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മ്യൂസിഷ്യൻസിൻ്റെ ഒക്കെ കെർവിങ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ലക്ഷ്മണ ടെമ്പിളിൽ കാണാൻ പറ്റും. അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ജോയ് ഫെസ്റ്റിവൽസ് ഒരു ഡാൻസ് കളിക്കുന്ന മ്യൂസിഷ്യൻസിൻ്റെ പാട്ട് പാടുന്നതിൻ്റെയൊക്കെ സ്കൾപ്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലക്ഷ്മണ ടെമ്പിളിൽ. അതുപോലെ തന്നെ ഡെപിക്ഷൻ ഓഫ് റിലീജിയസ് ടോളറൻസ് നമുക്ക് കാണാൻ പറ്റും. സോ ഡെപിക്ഷൻ ഓഫ് റിലീജിയസ് ടോളറൻസ് ഓഫ് കാണുന്ന എന്താണ്, ചണ്ടാല ആർക്കിടെക്ചറിൻ്റെ സ്കൾപ്ചേഴ്സിൽ എന്തുണ്ട്, ഒരു റിലീജിയസ് പ്ലൂറലിസം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. അതായത് ചൗസത്ത് യോഗിനി ജെയിൻ ടെമ്പിൾ അല്ല അത്. സോ അത് നിങ്ങൾ കോട്ട് ചെയ്യേണ്ട, ഇൻസ്റ്റഡ് നിങ്ങൾ എന്ത് ചെയ്യുക, പർസ്വാനന്ദ ടെമ്പിളാണ് നിങ്ങളിവിടെ കോട്ട് ചെയ്യേണ്ടത് കേട്ടോ. സോ അതുപോലെ തന്നെ കോസ്മിക് എന്ത് ചെയ്യണം, കോസ്മിക് ഏരിയാസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോസ്മിക് യൂണിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ 4 പുരുഷാർത്ഥ അല്ലെങ്കിൽ ഓൾ പുരുഷാർത്ഥം എന്ത് ചെയ്തിട്ടുണ്ട്, കോസ്മിക് യൂണിറ്റിയിൽ ചണ്ടാല ആർക്കിടെക്ചറിൽ പ്രസൻറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പോൾ ലക്ഷ്മണ ടെമ്പിളിൽ വൈഷ്ണവ ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ ഡിവോഷൻ ഓഫ് ധർമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇറോട്ടിക് ആയിട്ടുള്ള ഇമാജിനറി വഴി ആയി കാണിക്കുന്ന എന്താണ്, കാമ എന്ന് പറയുന്ന ഒരു എനർജി അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റോയൽ പാറ്ററൻസിലൊക്കെ നമ്മൾ അർത്ഥ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പിൾ സാങ്ക്ടത്തിലൊക്കെ ശിവൻ ടെമ്പിളിലൊക്കെ നമ്മൾ മോക്ഷേൻ്റെ ഫിലോസഫീസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ പുരുഷാർത്ഥസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പിൾ ആർക്കിടെക്ചറിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി റെസിലിയൻസ് ഇൻ ആർട്ട് ആൻഡ് എമിഡ് പൊളിറ്റിക്സ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവേഷൻസ് ഡിക്ലൈനിങ് ചണ്ടാല ടെമ്പിൾസ് അറ്റ് കഞ്ചറാവ് സ്റ്റാൻഡ് ആസ് എ സിമ്പിൾ ഓഫ് കൾച്ചറൽ എൻഡ്യൂറൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡിസ്പൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവേഷൻസ് ആ ഒരു പീരീഡിൽ എസ്പെഷ്യലി എന്താണ് മധ്യപ്രദേശ് ആ റീജിയനിലായതുകൊണ്ട് ഒരുപാട് ഫോറിൻ ഇൻവെൻഷൻസ് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, വലിയ രീതിയിൽ അത് അറ്റാക്സുകളിനകത്ത് ഒരു റെസിലിയൻസ് നമുക്ക് ആർക്കിടെക്ചറിൽ കാണാൻ പറ്റും. ഡിസ്ട്രപ്ഷൻസ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എക്സ്പ്രസ് ദ വൈറ്റാലിറ്റി ആൻഡ് എനർജി ഓഫ് ലൈഫ്. സോ ഫിഗേഴ്സ് ഓഫ് ഡാൻസേഴ്സ്, ആസ്പെരാസ്, മ്യൂസിഷ്യൻസ്, മിഥുന കപ്പിൾസിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കണ്ടിന്യൂഷൻ ഓഫ് സെയിം പോയിന്റ് തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ്സിന്റെ കുറവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനെ റീറൈറ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതുന്ന രീതിയിൽ എഴുതുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ഒരു ട്രിക്ക് നിങ്ങൾ ആൻസർ റൈറ്റിങ്ങിൽ റിയൽ ആയിട്ട് എഴുതുന്ന സമയത്ത് അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. അല്ലാതെ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള പോയിന്റ്സ് അവിടെ ജനറേറ്റ് ചെയ്യുക, എക്സാമിന് ജനറേറ്റ് ചെയ്യുക. അത് ഇത്രയും പോയിന്റ്സ് തന്നെ ഒരു എക്സാമിൻ്റെ സമയത്ത് എഴുതുക എന്ന് പറയുന്നതും ഇത്ര എക്സാമ്പിൾസ് കൊണ്ടുവരിക എന്ന് പറയുന്നതും ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു പെർഫെക്ഷനിസം നോക്കരുത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഇതെന്താണ്, ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഒരു ഏരിയ ആയിരുന്നു എന്നുണ്ടെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ചണ്ടാല സ്കൾപ്ചേഴ്സിൻ്റെ റെസിലിയൻറ്റ് വിഗർ ബ്രെഡ്ത്ത് ഓഫ് ലൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഒരു സോഷ്യോ കൾച്ചറൽ വാറ്റാലിറ്റി എങ്ങനെയാണെന്നുള്ളത് ഡെപിക്ട് ചെയ്യുന്നുണ്ട് മെഡിവൽ ഇന്ത്യയിൽ. അതിൻ്റെ ഒരു ആസ്പെക്ട്സ് ആയിട്ട് ഖജുറാഹോ ടെമ്പിളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് എന്ത് ചെയ്തു 1986. അതുകൊണ്ടാണ് അതിൻ്റെ റെലവൻസ്, കൾച്ചറൽ റെലവൻസ് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, യുനെസ്കോ സൈറ്റ് ആയിട്ട് അതിനെ മാറ്റുന്നത്. ഓക്കെ, സോ ഇത്രയും ഈ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗത്ത് നിന്ന് വന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോഡേൺ ഹിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി PICന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. മോഡേൺ ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ളത് പേഴ്സണാലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പേഴ്സണാലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ UPSC ഇതുവരെ ജ്യോതിറാവ് ഫുലെയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഹിസ്റ്ററിന്റെ പാർട്ടിൽ നിന്ന് കഴിഞ്ഞൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എത്തിക്സിന്റെ ആസ്പെക്ട്സിൽ ജ്യോതിറാവ് ഫുലെന്റെ ടീച്ചിങ്സിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എത്തിക്സിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മഹാത്മാ ജ്യോതിറാവ് ഫുലെസ് റൈറ്റിംഗ് ആൻഡ് എഫേർട്ട് ഓഫ് സോഷ്യൽ റിഫോം ടച്ച് ദി ഇഷ്യൂസ് ഓഫ് ഓൾമോസ്റ്റ്
ഓൾ സബാൾട്ടൻ ക്ലാസസ് ഡിസ്കസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾ സബാൾട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ എന്ത് എഴുതാൻ പറ്റും, ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് ജ്യോതിറാവ് ഫുലെയെ പറ്റിയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതിനുശേഷം എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് റൈറ്റിംഗ്സിൽ എങ്ങനെയാണ് ഓൾ സബാൾട്ടൻ വ്യൂസിനെ ടച്ച് ചെയ്ത്, ഏതൊക്കെ സബാൾട്ടൻ വ്യൂസിനെ അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ആൻഡ് അതർ സോഷ്യൽ റിഫോം ആസ്പെക്ട്സിൽ നിന്ന് ഏതൊക്കെ ഒരു സബാൾട്ടൻ വ്യൂസിനെ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും എന്നുള്ളതാണ്. സോ ജ്യോതിറാവ് ഫുലെയെ പറ്റി പറയുന്ന സമയത്ത് ഹീസ് ബോൺ ഇൻ മാലി, ഗാർണർ ഫാമിലിയിലാണ്, പൂനെയിലാണ് 1827 എന്ത് ചെയ്തിട്ടുള്ളത്, ജനിച്ചിട്ടുള്ളത്. മറാത്തി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് പുള്ളി എന്ത് ചെയ്തു, 3 year ബ്രേക്ക് അറ്റ് മിഷൻ സ്കൂൾ ഇൻ പൂനെയിൽ എടുത്തു. പിന്നെ അത് ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. സോ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വ്യൂ പോയിന്റിനെയും ഒരു ലിങ്കേജസ് ആയിട്ട് എല്ലാ സബാൾട്ടൻ ഗ്രൂപ്പിനെയും എന്ത് ചെയ്യാറുണ്ട്, അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെ ഹോളിസ്റ്റിക് ആയിട്ട് പോരാടിയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് പറയാം. ഇനി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു റൈറ്റിംഗ്സിലൂടെ എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ വന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഗുലാംഗിരി എന്ന് പറയുന്നത്. ഈ ഗുലാംഗിരി ബുക്കിലൂടെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കൻ സ്ലേവ് സൊസൈറ്റിയും അമേരിക്കയിലുള്ള സ്ലേവ് സൊസൈറ്റിയിൽ സ്ലേവ്സ് നടത്തിയ പോരാട്ടത്തെക്കുറിച്ചാണ്. സോ അതിനെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടാണ് ഈ ബുക്ക് എഴുതുന്നത്. അതിൻ്റെ ബുക്കിൻ്റെ ഫൈനൽ ഭാഗത്തേക്ക് വരുമ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും കാസ്റ്റ് ഒപ്രഷനെതിരെയുള്ള ഫൈറ്റും ഇതിനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്ക് ചെയ്യുന്നുണ്ട്. സോ ഈ റൈറ്റിംഗ് ഇന്ത്യയിലുള്ള ലോവർ കാസ്റ്റിനെ സംബന്ധിച്ചോളം വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. സോ അമേരിക്കൻ സൊസൈറ്റിയിലെ സ്ലേവ്സ് എന്ത് ചെയ്തത്, അവിടെ സ്ലേവ് സൊസൈറ്റിക്ക് എതിർത്തുള്ള പോരാട്ടം പോലെ ഒരു പോരാട്ടം, അതല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു റെസിസ്റ്റൻസ് ഇന്ത്യയിലെ ലോവർ കാസ്റ്റിൻ്റെ അടുത്തുനിന്നും അതുപോലെ തന്നെ ട്രൈബൽസിൻ്റെ ഇടയിലെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കമ്പാരിറ്റീവ് റൈറ്റിംഗ് ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. സോ ലിങ്കിങ് അമേരിക്കൻ സ്ലേവ്സ് ആൻഡ് പീപ്പിൾ ഓഫ് ഇന്ത്യൻ ലോവർ കാസ്റ്റ് ലിങ്ക് ചെയ്ത് ഗുലാംഗിരിയിലൂടെ. ആൻഡ് ഹി ഓൾസോ ഡിമാൻഡഡ് ഫോർ ദി അബോളിഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് ബ്രാഹ്മണിക്കൽ സുപ്രമസി ഇൻ അനദർ ബുക്ക് സർവജനിക് എന്ന് പറയുന്നത്, സർവജനിക് സത്യധർമ്മ. സോ ഈ ബുക്കിൽ തന്നെ ഈ ബുക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാസസിനെ ഈ കാസ്റ്റ് ബേസ്ഡ് ഓപ്പറേഷൻസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇനി ഫുലേന്റെ കോൺട്രിബ്യൂഷൻ ഫോർ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വുമന്റെ ഭാഗത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫുലെ ബേസിക്കലി ജ്യോതിറാവ് ഫുലെ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ വുമൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള വളരെ വുമൻ എഡ്യൂക്കേഷൻ അഡ്വക്കേറ്റ് ആയിരുന്നു. ബേസിക്കലി എന്താണ് അദ്ദേഹം, ഹി അഡ്വക്കേറ്റഡ് ഫോർ വുമൺ എഡ്യൂക്കേഷൻ. ഹി ഹിംസെൽഫ് മാരീഡ്, നിങ്ങൾക്കറിയാം ജ്യോതിറാവ് ഫുലെ എൻ്റെ വൈഫ് ചൈൽഡ് മാരേജ് ആയിരുന്നു. ശേഷം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ വൈഫിനെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് പഠിക്കാനൊക്കെ വിട്ട് വീണ്ടും അതിനകത്ത് വരുന്നുണ്ട്. സോ ജ്യോതിറാവ് ഫുലെ ഫോർട്ട് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, വുമൺ അപ്പർ കാസ്റ്റ് വുമണും ലോവർ കാസ്റ്റ് വുമണും നേരിടുന്ന ഡിസ്ക്രിമിനേഷനെതിരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വുമണിന് നേരിടുന്ന ഡിസ്ക്രിമിനേഷനെതിരെ അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹോളിസ്റ്റിക് ആയിട്ട് വുമൺ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ വിഡോ റീമാരേജിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഒരുപാട് പ്രൊമോഷൻസ് നടന്നിട്ടുണ്ട്. വിഡോ റീമാരേജസ് നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള സാവിത്രിബായി ഫുലെന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗേൾസ് സ്കൂൾ പൂനെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗേൾസ് ചിൽഡ്രന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഗേൾസ് സ്കൂൾ തുടങ്ങി. അതിനകത്ത് കൃത്യമായുള്ള സയന്റിഫിക് ബേസ്ഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാനും പറ്റി. അതുപോലെ തന്നെ ഈ ആൻഡ് സാവിത്രിബായി കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സേഫ് ഡെലിവറി ഹോം തുടങ്ങിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് തുടങ്ങിയതാണ്. സോ സേഫ് ഡെലിവറി ഹോമിൽ ഈ ചൈൽഡ് ആയിട്ടുള്ള വിഡോസ് ഒക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനിൽ ഗർഭിണിയാവുന്ന സമയത്ത് സേഫ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്ഥലം ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് എ സെറ്റപ്പിലെ ബൽഹാത്തിയ പ്രതിദാന ഗൃഹയാണ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫൻറ്റസൈസ്ഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സേഫ് ഡെലിവറി ഹോം തുടങ്ങിയിട്ടുള്ളത്. 1863 സോ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അതേപോലെ തന്നെ ഹി ഓൾസോ അഡ്വക്കേറ്റ് ഫോർ അബോളിഷൻ ഓഫ് ചൈൽഡ് മാരേജസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എൻഡ് ഓഫ് ചൈൽഡ് മാരേജിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഈ ഇവിടെയൊക്കെ നിങ്ങൾ സേഫ് ഡെലിവറി ഹോം ഒക്കെ എഴുതുന്ന സമയത്ത് ബൽഹാത്തിയ പ്രതിബന്ധക് ഗൃഹ എന്ന് പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ആ സമയത്ത് ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടുമാണ്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ വുമൻ്റെ അല്ല, ഇനി ലോവർ കാസ്റ്റിൻ്റെ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ ഈ ഫൗണ്ടഡ് സത്യശോധക് സമാജ്, ഇതെല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. സോ അതെന്തായാലും എഴുതിയിരിക്കണം. സത്യശോധക് സമാജ് അതിൻ്റെ അർത്ഥം ട്രൂത്ത് സീക്കർ സൊസൈറ്റിയാണ്. ബേസിക്കലി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ക്ലാസസിനെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസസിന്റെ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്തിന് സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് എന്നൊക്കെയാണ് സത്യശോധക് സമാജിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ സത്യശോധക് മാരേജ് സെറിമണീസ് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മാരേജസ് ആയിരുന്നു, റിച്വൽസ് ഇല്ലാത്ത മാരേജസ് ആയിരുന്നു. അതുപോലെ തന്നെ ബ്രാഹ്മണിക്കൽ സുപ്രമസി എന്ത് ചെയ്തിട്ടുണ്ട്, റിച്വൽസിലുള്ള ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യാനും ബ്രാഹ്മണിക്കൽ പ്രീസ്റ്റ് ഇല്ലാത്ത മാരേജസ് ആയിരുന്നു സത്യശോധക് മാരേജ്. ഇതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് ലേറ്റർ ഗാന്ധിയൻ മാരേജസ് ഒക്കെ വരുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഹി ഓൾസോ ഡിമാൻഡഡ് കംപ്ലീറ്റ്
കംപ്ലീറ്റ് അബോളിഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് സോഷ്യോ എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് അബോളിഷൻ എന്ന് പറഞ്ഞിട്ട് ഹി ഓൾസോ വർക്ക്ഡ് അഗെയിൻസ്റ്റ് സാൻസ്ക്രിത് ഹിന്ദുയിസത്തിനെ പറ്റി ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ യൂസ്ഡ് രാജബലി ഇൻ ഓപ്പോസിഷൻ ടു രാമ ഇൻ ബ്രാഹ്മണിസത്തിൽ എന്താണ് സിമ്പിൾ ഓഫ് രാമയ്ക്ക് പകരം ഇവിടെ രാജബലി യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് മൂവ്മെന്റ് ആണ് ഫോർ ഇക്വാലിറ്റി. ആൻഡ് ഫുലെ ഈസ് ഓൾസോ വെരി കൺസേൺഡ് അബൌട്ട് ഇന്റർസെക്ഷണൽ ആസ്പെക്ട്സ് ഓഫ് ഇൻഇക്വാലിറ്റി. അതായത് എന്താണ്, വുമൺ ആയിട്ടുള്ള ലോവർ കാസ്റ്റ് നേരിടുന്ന ഇൻഇക്വാലിറ്റിയും വുമൺ ആയിട്ടുള്ള അപ്പർ കാസ്റ്റ് നേരിടുന്ന ഇൻഇക്വാലിറ്റിയും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഇന്റർസെക്ഷണൽ അപ്രോച്ച് ആര് കൊണ്ടുവന്നിട്ടുണ്ട്, ഫുലെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ശൂദ്രയായിരിക്കുമ്പോൾ എന്തായിരിക്കും, മച്ച് വേഴ്സർ സിറ്റുവേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വരും. സോ ഒരു സ്ത്രീ ശൂദ്ര ആൻഡ് ആദിശൂദ്ര, അതായത് വുമൺ, ദളിറ്റ്സ് ആൻഡ് ട്രൈബൽസിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അൺടച്ചബിൾസിന്റെ പ്രോബ്ലംസ് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡിമാൻഡഡ് ഫോർ റിസർവേഷൻ ഫോർ മാർജിനലൈസ്ഡ് പീപ്പിൾ, എസ്പെഷ്യലി ലോവർ കാസ്റ്റ് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിസർവേഷൻ വേണം എന്നുള്ള ഡിമാൻഡ്സ് ഒക്കെ ഫുലെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഓൾസോ ദർ ഇസ് എ ബിലീഫ് ദാറ്റ് ദർ ഇസ് എ ആർഗ്യുമെന്റ് ദാറ്റ് ദ വേർഡ് ദളിത് മറാത്തിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാണ്, ഫുലെ ആണെന്നാണ് ഒരു വിഭാഗം ഹിസ്റ്റോറിയൻസ് പറയപ്പെടുന്നത് കേട്ടോ. സോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഷനിലേക്ക് വരുമ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സോഷ്യൽ വെൽഫെയറിലേക്കുള്ള അല്ലെങ്കിൽ ഇന്റർസെക്ഷണൽ അപ്ലിഫ്റ്റ്മെന്റിനോ മാർജിനൽ പീപ്പിളിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് 1888 അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, മഹാത്മാ എന്ന് പറയുന്ന ടൈറ്റിൽ വിതൽ റാവു കൃഷ്ണാജി എന്ത് ചെയ്യുന്നുണ്ട്, ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശേഷം പിന്നീട് വന്നിട്ടുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ, ഹു ഈസ് ദ ഫൗണ്ടിങ് അല്ലെങ്കിൽ എന്താ പറയുക ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയുള്ള അംബേദ്കറിനെയൊക്കെ ഇൻസ്പയർ ചെയ്തത് ഫുലെയാണ്. സോ വലിയ ലീഡേഴ്സിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് അംബേദ്കർ ഹിംസെൽഫ് സെഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ 3 മാസ്റ്റേഴ്സ് ഓർ 3 ഗുരുസ് ഓഫ് അംബേദ്കർ എന്ന രീതിയിലാണ് എന്ത് ചെയ്തത്, അംബേദ്കർ അദ്ദേഹത്തെ അഡ്രസ് ചെയ്തിട്ടുള്ളതെന്നാണ്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ PIC എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രേസ് ഇന്ത്യാസ് കൺസോളിഡേഷൻ പ്രോസസ് ഡ്യൂറിംഗ് ഏർലി ഫേസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ ടേംസ് ഓഫ് പൊളിറ്റി, എക്കണോമി, എഡ്യൂക്കേഷൻ ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി UPSC ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒരു സോഷ്യോ എക്കണോമിക്കൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്നായിരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഏരിയ ഒരു പ്രഡിക്റ്റബിൾ ഏരിയ ആണ്. UPSC റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ഇന്ത്യയുടെ കണ്ടീഷൻസ് എന്തായിരുന്നു അല്ലേ? 1947 സമയത്ത് വെൻ ബ്രിട്ടീഷേഴ്സ് ലെഫ്റ്റ് ഇന്ത്യ വാസ് ഹാവിംഗ് അറൌണ്ട് 562 പ്രിൻസിലി സ്റ്റേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സോവറിനിറ്റി, ബ്രിട്ടീഷിന്റെ ലാപ്സ് ഓഫ് സോവറിനിറ്റി, പാരമൗണ്ടസിക്ക് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ദർ വാസ് കോൺഫ്ലിക്റ്റ് വന്നു, കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായിരുന്നു, റെഫ്യൂജി ക്രൈസിസ് ഉണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് വാക്യൂം ഉണ്ടായിരുന്നു, പോവർട്ടി ഉണ്ടായിരുന്നു. സോ ഡിസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് ഇഷ്യൂസ് എന്ത് ചെയ്തു, ഇന്ത്യ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇനി ഇന്ത്യൻ്റെ കൺസോൾട്ടേഷൻ പ്രോസസ്സ് ആ സമയത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏർലി ഫേസ് കൺസോൾട്ടേഷൻ പ്രോസസ് ഡ്യൂറിംഗ് ദ ഏർലി ഫേസ് ഓഫ് ഇൻഡിപെൻഡൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, പൊളിറ്റിക്കൽ കൺസോൾട്ടേഷൻ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇൻ്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കൽ ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞത് ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ പോയിന്റ് എഴുതാനാണ് പറഞ്ഞത്, ശ്രദ്ധിക്കണം. 1 പൊളിറ്റിക്കൽ, 2 എക്കണോമി, 3 എഡ്യൂക്കേഷൻ ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ പോയിന്റ് എഴുതാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് സബ് ഹെഡിങ്സ് കൊടുത്ത് എഴുതാം. 15 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ സബ് ഹെഡിങ്സ് ഇതിന് ഇൻ്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ പട്ടേലിനെയും VP മേനോനെയും നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. സോ മെർജർ ഓഫ് ഡിഫറെന്റ് പ്രിൻസിലി സ്റ്റേറ്റ്സ് സച്ച് ആസ് ഹൈദരാബാദ്, ജൂനഗർ, കാശ്മീർ. ഇപ്പം ഹൈദരാബാദ് ഒക്കെയാണ് നമ്മൾ പോലീസ് ആക്ഷൻ എടുത്തിട്ടുണ്ട്, പ്ലബിസൈറ്റ് ആണ് ജൂനഗറിൽ എടുത്തിട്ടുള്ളത്, ആൻഡ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കാശ്മീരിൽ എടുത്തിട്ടുള്ളത്. സോ ഫ്രാഗ്മെന്റേഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റി, ഒഴിവാക്കാൻ പറ്റി. അതുപോലെ തന്നെ അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് അനദർ സ്റ്റാൻഡ് ടു ഇന്റഗ്രേറ്റ് ഇന്ത്യ. സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഡെമോക്രാറ്റിക് ഫ്രെയിം വർക്ക് കൊടുത്തിട്ട് ഡൈവേഴ്സ് റീജിയൻസിന്റെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫെഡറൽ സ്ട്രക്ചറും അതുപോലെ തന്നെ യൂണിറ്റി ഫീച്ചേഴ്സും നമ്മൾ ഒന്നിച്ച് പോകുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ബിൽഡ് ചെയ്ത് എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈഗാലിറ്റേറിയൻ സൊസൈറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കി. അതുപോലെ ജനറൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്തു. കൺസോളിഡേറ്റ് ഫെയ്ത്ത് ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ നമ്മൾ എൻഷുർ ചെയ്തു. അതേപോലെ അനദർ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ 1956. അതെന്ത് ചെയ്തു, റീജിയണൽ ടെൻഷൻസിന് പോയി കുറച്ചുകൂടി റീജിയണൽ ഓട്ടോണമി ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ആയ സ്റ്റേറ്റ്സ് ഫോം ചെയ്തപ്പം കൊടുക്കാൻ പറ്റി. ആൻഡ് സ്ട്രെങ്തനിങ് ത്രൂ ദാറ്റ് വി ഈസ് ഏബിൾ ടു സ്ട്രെങ്തൻ ദി നാഷണൽ യൂണിറ്റി. ഇനി എക്കണോമിക്കൽ കൺസോളിഡേഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആസ്പെക്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, പ്ലാനിംഗ് ആയിരുന്നു. 5-year പ്ലാൻ ആണ് ഇനിഷ്യലി എക്കണോമിക്കലി നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. സോ റീജിയണൽ ഡിസ്പാരിറ്റീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെവി ഇൻഡസ്ട്രീസിനൊക്കെ നമ്മൾ പല ഭാഗത്തേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ തന്നെ വി ഫോക്കസ്ഡ് ഓൺ ഇൻഡസ്ട്രിയൽ ആൻഡ് മാനുഫാക്ചറിംഗ് ഡെവലപ്മെന്റ്
ഡെവലപ്മെന്റ്. സോ ഇവിടെ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് ഡെവലപ്മെന്റ് നമ്മൾ വി സ്റ്റാർട്ടഡ് സ്റ്റീൽ പ്ലാന്റ്സ്, PSUs, അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് സോവറിനിറ്റി, എക്കണോമിക്കൽ ആയിട്ടുള്ള പുതിയ പുതിയ വലിയ വലിയ പ്ലാൻസ് ഒക്കെ എന്ത് ചെയ്തു നമ്മൾ മോഡേൺ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് മാറി. അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ മൾട്ടിപർപ്പസ് ഡാംസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ വലിയ വലിയ റിവർ വാലി പ്രോജക്ട്സ് ഒക്കെ ഇനിഷ്യലി തന്നെ, അതുപോലെ തെർമൽ പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്തു, പവർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇനിഷ്യലി തന്നെ എൻഷുർ ചെയ്തത് റിസോഴ്സ് ഷെയറിങ്ങിന് എന്ത് ചെയ്തു, ഹെൽപ്പ് ചെയ്തു എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. എഡ്യൂക്കേഷൻ ആസ്പെക്റ്റിലേക്ക് വരുന്ന സമയത്ത് നാഷണൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ സെറ്റപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് IITs നമുക്ക് പറയാൻ പറ്റും. ഇനി പോളിസി ഫ്രെയിംവർക്ക്, എഡ്യൂക്കേഷനത്തെ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടി പോളിസി ഫ്രെയിംവർക്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ എഡ്യൂക്കേഷൻ പോളിസീസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻസ് എന്ത് ചെയ്തു, നമ്മൾ UGC നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. S രാധാകൃഷ്ണൻ നമുക്കറിയാം. സോ UGC നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ ദർ ഈസ് എ യൂണിഫോം സ്റ്റാൻഡേർഡ് അക്രോസ് ദി ഇന്ത്യ. സോ എഡ്യൂക്കേഷനിൽ ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ് നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ സയന്റിഫിക് ടെമ്പർ ആൻഡ് മോഡേണൈസേഷൻ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം നമ്മൾ ന്യൂക്ലിയർ പവർ പ്രോഗ്രാംസ് പോലെയുള്ള പ്രോഗ്രാംസ്, അതുപോലെ തന്നെ സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള റിസർച്ച്, ISRO ഇതൊക്കെ എന്ത് ചെയ്തു, ബാബ ആറ്റോമിക് സെന്റേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇനി എക്സ്പാൻഷൻ ഓഫ് ലിറ്ററസി ത്രൂ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ആളുകളുടെ ലിറ്ററസി ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സ്കീംസ്, പ്രോഗ്രാംസ് നമ്മൾ എടുത്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇന്റർനാഷണൽ ആസ്പെക്ട്സിലേക്ക് നോക്കുമ്പോൾ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിൽ നമുക്ക് എഴുതാം വി അഡോപ്റ്റഡ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. സോ നാം പോളിസീസ് എന്ത് ചെയ്തു, നമ്മൾ ഫ്രെയിം ചെയ്തു. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, നമുക്ക് എക്സ്റ്റേണൽ ഡൊമിനേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇൻ ഇന്ത്യാസ് പോളിസീസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ഒഴിവാക്കാനും പറ്റി. ഇന്ത്യയുടെ ഓട്ടോണമി നിലനിർത്താനും ഇന്ത്യയുടെ സ്ട്രാറ്റജിക്കൽ പൊസിഷൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നാം പോലെയുള്ള പോളിസിയിലൂടെ നമുക്ക് സാധിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ബോർഡർ ടെറിട്ടോറിയൽ കൺസോളിഡേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഡിഫെൻഡഡ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി അഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ അഗ്രഷൻ. ഫോർ എക്സാമ്പിൾ ഇന്ത്യ പാക് വാറൊക്കെ നമ്മൾ എക്സ്റ്റേണൽ അഗ്രഷനൊക്കെ ഫൈറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഏർലി ഫേസ് ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസിൽ നമുക്ക് മേജറായിട്ട് നമുക്ക് കാണേണ്ട ലെസൺസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന, ഫ്രാഗ്മെന്റഡ് ആയി പോകും എന്ന് വിചാരിച്ചിരുന്ന ഒരു വലിയൊരു പ്രോബ്ലത്തെ വി ഏബിൾ ടു ഓവർകം വിത്ത് സ്ട്രോങ് ലീഡർഷിപ്പ്, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിലൂടെ നമുക്കത് പോസിബിളായി. പക്ഷേ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പല ചലഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നും നേരിടുന്നുണ്ട്. റീജിയണൽ ഡിസ്പാരിറ്റീസ്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ട്, ഗ്ലോബൽ ഇൻസ്റ്റബിലിറ്റി. പക്ഷേ ഈ ചലഞ്ചസ് ഒക്കെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഇത് ഒരു വേ ഫോർവേഡ് വില 15 മാർക്കിൻ്റെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ സ്ട്രെങ്തനിങ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻക്ലൂസീവ് ഗവർണൻസ്, ഇൻവെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ന്യൂ എൻജിൻസ് ഓഫ് കൺസോൾട്ടേഷൻ ആക്കി നമുക്ക് മാറ്റാം. അതേപോലെ തന്നെ ബാലൻസ് ഓഫ് ഗ്രോത്ത് ഇക്വിറ്റി ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതുപോലെ ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്കൊരു സജഷൻ ആയിട്ട് വേ ഫോർവേഡ് ആയിട്ട് ഫ്യൂ പോയിന്റ്സ് മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇന്റർനാഷണൽ റിലേഷനിലാണെങ്കിൽ ഇപ്പോഴും നമുക്ക് സ്ട്രാറ്റജിക്കൽ ഓട്ടോണമി നമ്മൾ ഫോറിൻ റിലേഷൻഷിപ്പിൽ നമ്മൾ നോക്കുന്നുണ്ട് എന്നുള്ള ഒരു ആസ്പെക്ട്സിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആൻസേഴ്സ് എഴുതാൻ പറ്റുന്നതാണ്. സോ ദസ് ജസ്റ്റ് ആസ് ആൻ ഇന്ത്യൻ കൺസോളിഡേറ്റ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ 1947 ഇറ്റ് മസ്റ്റ് നൗ റീന്യൂ ഇറ്റ്സ് ഫൗണ്ടേഷൻസ് വിത്ത് റെസിലിയൻസ്, ഇക്വിറ്റി ആൻഡ് ഇന്നോവേഷൻ ടു മീറ്റ് 21st century challenges എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഇവിടെ എഴുതാം. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഹിസ്റ്ററി പാർട്ട് എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആണ്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ the question is the French Revolution has enduring relevance to the contemporary world. Explain. ഫ്രഞ്ച് റവല്യൂഷൻ്റെ കോൺട്രിബ്യൂഷൻ ഇപ്പോഴും എന്താണ്, ദർ ഈസ് എ എൻഡ്യൂറൻസ് കണ്ടംപററി റെലവൻസ്. അതായത് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അന്ന് തൊട്ട് ഇതുവരെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു റെലവൻസ് ഇപ്പോഴും നിന്ന് പോകുന്നുണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയിട്ട് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. സോ നിങ്ങൾക്ക് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ടൈം എവിടെയായിരുന്നു, ഏത് പീരീഡിലായിരുന്നു എന്നുള്ളത് പറയാം. 1789 to 1799. അതുപോലെ തന്നെ ഒരു റവല്യൂഷണറി മൂവ്മെന്റ് ആയിരുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഫ്രാൻസിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഫ്രഞ്ച് സൊസൈറ്റിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന വൈഡ് സ്പ്രെഡ് ക്ലർജി പോലെയുള്ള എസ്റ്റേറ്റ് സിസ്റ്റത്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ആയിട്ടും അതിൻ്റെ എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് മൊണാർക്കി, നൊബിലിറ്റി, ക്ലർജീനൊക്കെ ഇവർ എന്ത് ചെയ്തു, ഈ റവല്യൂഷൻസിൽ ഓവർകം ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമാണ്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ഫസ്റ്റ് പാർട്ടിൽ ആൻസറിൽ സെയിലിയൻ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്ത് പോയാൽ മതി. ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റൻ അല്ല. അപ്പം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഹബ് ആൻഡ് സ്പോക്ക് പോലെയോ ജസ്റ്റ് പോയിന്റ് ആയിട്ടോ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തു പോകാം. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് മൊണാർക്കൽ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ നമുക്ക് ടെന്നീസ് കോർട്ട് ഓത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൊണാർക്കൽ സിസ്റ്റത്തിൽ നിന്ന് എൻഡ് ആവണം എന്നുള്ള രീതിയിൽ അവർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്, ഐഡിയൽ ലൈക്ക് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, അതുപോലെ തന്നെ കളക്റ്റീവ് റൈറ്റ്സ്, ജനറൽ വില്ല്, സോഷ്യൽ കോൺട്രാക്റ്റിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ലീഗൽ റിഫോംസിനെ പറ്റി ഇമ്പോർട്ടൻസ് ഉണ്ട്. ദർ ഈസ് എ ഡിക്ലറേഷൻ ഓഫ്
റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ എന്ന് പറയുന്നതാണ് കോർണർ സ്റ്റോൺ ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറയാം. അതുപോലെ തന്നെ സെക്യുലറിസ്റ്റിക് പ്രിൻസിപ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസ്. റിലീജിയൻ എന്ത് ചെയ്തു, ദർ വാസ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് വാസ് കണക്റ്റഡ് ആയിരുന്നു. ആ യൂണിറ്റി എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്ത് ചർച്ചിനെയും അതേപോലെ തന്നെ സ്റ്റേറ്റിനെയും എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്ത് മോഡേൺ സെക്യുലർ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നു, ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ തുടക്കം വരുന്നത് എവിടെയാണ്, നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനിലാണ്. സോ ഒളിമ്പെ ഡി ഗോഗസിൻ്റെ ദ ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ദ ഫീമെയിൽ സിറ്റിസൺ എന്ന് പറയുന്ന ഡിക്ലറേഷൻ. കാരണം എന്താണ്, ഇത് ആദ്യത്തെ ഡിക്ലറേഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഡിക്ലറേഷനിൽ പറഞ്ഞിട്ടുള്ളത് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ എന്നുള്ളതാണ്. അവിടെ മാൻ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞത് അവിടെ ജെൻഡർ ന്യൂട്രൽ അല്ല എന്ന് പറഞ്ഞിട്ട് വുമണിന് വേണ്ടി ഇറക്കിയുള്ള ഡിക്ലറേഷനാണ് ദ റൈറ്റ്. ആ സമയത്തുള്ള ഫെമിനിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. എല്ലാവരും പാട്രിയാർക്കിലായിരിക്കുന്ന സൊസൈറ്റിയിൽ ദ റൈറ്റ് ഓഫ് വുമൺ ആൻഡ് ദ ഫീമെയിൽ സിറ്റിസൺ ഡിക്ലറേഷൻ ഇറക്കിയത് 1791 സോ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു കോർണർ പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനെ കാണാൻ പറ്റും. എൻഡ്യൂറിംഗ് റെലവൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് കുറേ ആൻസേഴ്സ് എഴുതാൻ പറ്റും. ഇവിടെ നല്ലോണം പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. വളരെ ഈസി ആയിട്ട് ആൻസർ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. സോ എല്ലാവർക്കും ഫ്രഞ്ച് റവല്യൂഷൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതുമാണ്. സോ ഡെമോക്രസി സോവറിനിറ്റീൻ്റെ പ്രിൻസിപ്പിൾ നോക്കുകയാണെന്നെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഈ റിപ്പബ്ലിക്കൽ ഗവൺമെന്റ് അല്ലെങ്കിൽ റിപ്പബ്ലിക് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നാണ് വരുന്നത്. സോ പീപ്പിൾ എന്ത് ചെയ്യുന്നു, പീപ്പിൾ ആയിരിക്കണം ഗവൺമെന്റിന്റെ ഹെഡ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള റിപ്പബ്ലിക് പോയിന്റിലേക്ക് നമുക്ക് പറയാൻ പറ്റും. സോ അസർ ദാറ്റ് സോവറിനിറ്റി sovereignty rests with the people, not monarch, and the idea of universal adult franchise and citizen participation is the government the present world ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയും. ഇപ്പം UN അതുപോലെ തന്നെ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്രഞ്ചിൽ നിന്ന് വന്നതാണ്. ഫ്രഞ്ചിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിളാണ് ഇപ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാജ്യത്തൊക്കെ ആ ഒരു ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി പോലെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നോക്കുകയാണെങ്കിൽ, മോട്ടോ തന്നെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രയാമ്പിളിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തുള്ള വേർഡുകളാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതുപോലെ തന്നെ വേൾഡിലുള്ള പല ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ഐഡിയൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി ആണ്. സെക്യുലർ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ യു ക്യാൻ സീ എ ഡിസ്കോഡ് ഫ്രം ചർച്ച് ആൻഡ് റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ്. സോ ഈ ഡിസ്കോഡിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ദർ ഈസ് എ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എമർജ് ചെയ്ത് വന്നു. അത് ഇന്നും പ്രസന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ആർട്ടിക്കിൾ 25 and 26 ഫോർ എ സെക്യുലർ സ്റ്റേറ്റ്. സോ അങ്ങനെയുള്ള ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഈവൻ ടുഡേ യു ക്യാൻ സീ ദിസ്. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UN ഹ്യൂമൻ റൈറ്റ്സ് ചാർട്ടർ എന്ത് ചെയ്തതാണ്, ഇൻസ്പയർഡ് ചെയ്യുന്നത് ഈ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മാൻ ആൻഡ് സിറ്റിസന്റെ ഡിക്ലറേഷന്റെ ഭാഗമായിട്ടുള്ള അതിനകത്ത് പറഞ്ഞിട്ടുള്ള അതേ റൈറ്റ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ റൈറ്റ്സിന്റെ ചാർട്ടറിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. ആർട്ടിക്കിൾ 1. അതുപോലെ തന്നെ നാഷണലിസം പ്രിൻസിപ്പിൾസ്, ദ കോൺസെപ്റ്റ് ഓഫ് നേഷൻ സ്റ്റേറ്റ് എമർജ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്റ്റേറ്റിൽ തന്നെ ഡിഫറെൻറ്റ് കൾച്ചർ എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് നിൽക്കുന്ന നേഷൻ സ്റ്റേറ്റ് കോൺസെപ്റ്റ്. ഈ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. നേഷൻ സ്റ്റേറ്റിന് ഒരു പ്ലൂറലിസ്റ്റിക് കൾച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് നിൽക്കുന്ന കോൺസെപ്റ്റ്, ദ നാഷണലിസം കോൺസെപ്റ്റ് എമർജ് ചെയ്തത് ഫ്രഞ്ച് റവല്യൂഷൻ എന്നാണ് പറയാം. ദ ഐഡിയ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ, ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഈ സെപ്പറേഷൻ ഓഫ് പവർ ബേസിസ് ഓഫ് ലിമിറ്റഡ് ഗവൺമെൻസിൻ്റെ അല്ലെങ്കിൽ ചെക്സ് ആൻഡ് ബാലൻസിൻ്റെ ഒരു കോർണർ സ്റ്റോൺ ആണ്. അതും നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഞ്ച് റവല്യൂഷന് ട്രേസ് ചെയ്യാൻ പറ്റും. ഈഗാലിറ്റേറിയൻ സൊസൈറ്റീസ്, ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റസ് ഓറിയന്റഡ് ആയിട്ടുള്ള എസ്റ്റേറ്റ് സിസ്റ്റം ആയിരുന്ന സൊസൈറ്റി ആയിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. ആ ഈഗാലിറ്റേറിയൻ സൊസൈറ്റി എന്ത് ചെയ്യണം, ആ സ്റ്റാറ്റസ് ഓറിയന്റഡ് സൊസൈറ്റിയിൽ നിന്ന് ഈഗാലിറ്റേറിയൻ സൊസൈറ്റി ആയ ക്ലാസ് ബേസ്ഡ് സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഫ്രഞ്ച് റവല്യൂഷന് പോകാൻ പറ്റി എന്നുള്ളതാണ്. ഇന്നും നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ്, ഫസ്റ്റ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് തുടങ്ങുന്ന ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. ഈവൻ ടുഡേ ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ് ആർ കണ്ടിന്യൂയിങ്. അതിന്റെ സ്പെക്ട്രം എന്ത് ചെയ്തു, വളരെ ബോർഡായിട്ട് LGBT കമ്മ്യൂണിറ്റീനെയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ആ രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ അതേ കണ്ടിന്യൂഷൻ നമ്മൾ കാണാതെ ഇപ്പോഴും വരുന്നുണ്ട്. അതായത് മൊണാർക്കിയൽ ഗവൺമെന്റിനെതിരെയായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈവൻ ടുഡേ ഈവൻ ആഫ്രിക്കൻ കൺട്രീസിലും GCC കൺട്രീസിലൊക്കെ മൊണാർക്കിയൽ ഗവൺമെന്റുകൾ നമുക്ക് കാണാൻ പറ്റും. ലാക്ക് ഓഫ് ഡെമോക്രസി നമുക്ക് അവിടെ കാണാൻ പറ്റും. പാട്രിയാർക്കൽ സൊസൈറ്റി സ്റ്റിൽ എ നോം ഓഫ് ദ സൊസൈറ്റി തന്നെയാണ് ഈവൻ പ്രസന്റ് സൊസൈറ്റിയിൽ നിങ്ങൾക്ക് അത് കാണാം. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ റിലേഷനിൽ മ്യാൻമാർ, പലസ്തീൻസിലൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ്റെ കുറേ ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റേറ്റ് ഫേവറിങ് റിലീജിയൻ അല്ലെങ്കിൽ റിലീജിയസ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് പോളിസീസ് എടുക്കുന്നത് ഈവൻ ടുഡേ നിങ്ങൾക്ക് കാണാൻ
കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇസ്രായേലൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. പക്ഷേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, ഫ്രഞ്ചിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചെറുതല്ല. ഫ്രഞ്ച് റവല്യൂഷൻ വാസ് മോർ ദാൻ ജസ്റ്റ് എ ഫ്രഞ്ച് ഇവന്റ്. അതൊരു ഫ്രഞ്ച് ഇവന്റ് ആയിട്ട് മാത്രം പറ്റില്ല, അതൊരു ഗ്ലോബൽ ഇവന്റ് തന്നെയാണ്. ഈ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പും സ്റ്റേറ്റും സിറ്റിസൺഷിപ്പും ആയിട്ടുള്ള റിലേഷൻഷിപ്പും അതുപോലെ സിറ്റിസൺസിന് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി ആൻഡ് സെക്യുലറിസം ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഫ്രഞ്ച് റവല്യൂഷന് വലിയൊരു കോൺട്രിബ്യൂഷൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വി നീഡ് ടു പ്രൊട്ടക്ട് ദ ഐഡിയൽസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. അതിന്റെ ഇമ്പാക്റ്റും എന്താണ്, എൻഡ്യൂറിംഗ് ഇമ്പാക്ട്സുകളാണെന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൻസേഴ്സ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 6 ക്വസ്റ്റ്യൻസ് ആണ് മോഡേൺ ഹിസ്റ്ററിന്റെ ഭാഗമായിട്ട് UPSC ഈ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻസിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസിൽ പോയിന്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിലും മോസ്റ്റ്ലി ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ എന്താണ് വളരെ കുറച്ച് ഈസി ടു മോഡറേറ്റ് ലെവലിലായിരുന്നു മോഡേൺ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ. ആൻഡ് കമ്പയറിംഗ് ടു മോഡേൺ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു വരുന്നുണ്ട്, ഒരു ട്രെൻഡുമാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതാണ് ഒരു കംപ്ലീറ്റ് അനാലിസിസ് ഓഫ് മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഹിസ്റ്ററി ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.